അനുമോദ് ഈ രണ്ടുപേരോടും സംസാരിക്കുമ്പോൾ AP അനിൽകുമാർ അവസാനം അറിയാതെയാണെങ്കിലും പറയുന്നുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കും. അപ്പോൾ പ്രശ്നങ്ങളുണ്ട്. അത് LDF-ൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ VS ജോയ് ആകണം ഇവിടെ സ്ഥാനാർത്ഥി എന്ന് മാസങ്ങൾക്ക് മുൻപേ പറഞ്ഞു വെച്ച PV അൻവറും ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുമ്പോൾ അത് സ്വന്തം മണ്ണാണെന്ന് കരുതുന്ന ആര്യാടൻ ഷൗക്കത്തും ഈ രണ്ട് പേരുകൾക്ക് പുറമെ ഏതെങ്കിലും ഇതൊന്നുമല്ലാത്ത ഒരു പേരിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്ക് കോൺഗ്രസും UDF-ഉം എത്തുമോ? എങ്ങനെയാണ് അവിടുത്തെ ചർച്ചകൾ? ശ്രീജ, ആര്യാടൻ ഷൗക്കത്ത്, VS ജോയ് എന്നീ രണ്ട് പേരുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിലൊക്കെ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴും രണ്ട് നേതാക്കളും അവരുടേതായ രീതിയിൽ ഈ ഒരു സീറ്റിനായിട്ടുള്ള സമ്മർദ്ദം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം നിലമ്പൂരിൽ അടുത്ത തവണ സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പ് നേതൃത്വത്തിന് ലഭിച്ചിരുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതായത് അടുത്ത തവണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും ഉറപ്പ് നേതൃത്വം നൽകിയിരുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ പ്രവർത്തനങ്ങൾ നിശബ്ദമായി താഴെത്തട്ടിൽ കൊണ്ടു നടക്കുമ്പോഴാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയ് മത്സരിപ്പിക്കണമെന്ന് അൻവർ ഒരു ആവശ്യമായി ഉന്നയിക്കുകയും അൻവർ അതിന് സമ്മർദ്ദം ചെലുത്തുകയും നേതൃത്വത്തെ കൂടുതൽ സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ നാളെ അൻവർ നിലമ്പൂരിൽ TMC-യുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്, സംസ്ഥാന തല യോഗവും ജില്ലാതല യോഗവും. അപ്പോൾ ഇതൊരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ള നീക്കമായിട്ട് വേണം കാണുവാൻ. ജോയിക്ക് വേണ്ടി താൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മത്സരിപ്പിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് മത്സരിച്ചേക്കുമെന്ന തരത്തിലേക്ക് അൻവർ സാഹചര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്ന് വേണം കരുതുവാൻ. അതായത് താൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിക്കുവാൻ അൻവർ സമ്മർദ്ദം കൂടുതൽ ചെലുത്തുകയാണ്. അങ്ങനെ ഒരു നീക്കം വരികയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കളൊന്നും തന്നെ ഇല്ല, അൻവർ മാത്രമാണുള്ളത്. അപ്പോൾ അൻവർ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറും. അതായത് കോൺഗ്രസിന് മുകളിൽ VS ജോയിക്ക് വേണ്ടി അൻവർ നടത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായി ഒരുപക്ഷെ അൻവർ തന്നെ മത്സരിച്ചേക്കുമോ എന്ന തരത്തിൽ സാഹചര്യങ്ങൾ അൻവർ തീർക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം നിലമ്പൂരിൽ UDF-നെ സംബന്ധിച്ച് ഈ VS ജോയ് അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് എന്നീ രണ്ട് നേതാക്കൾ മാത്രമാണ് ഉള്ളത്. അങ്ങനെ ഈ രണ്ട് നേതാക്കൾക്ക് പുറമെ അവിടെ മറ്റൊരു പേര് അവർക്ക് ഈ ഘട്ടത്തിൽ എടുത്തു പറയാനില്ല. അവിടെയാണ് UDF-ന് സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചുള്ള അൻവർ താൻ തൻ്റെ സംഘടന അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തകരുമായി ആലോചിച്ച് മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ അല്ലെങ്കിൽ സൂചനകൾ പുറത്തുവിടുന്നത് സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് UDF-നെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നീക്കമായിട്ട് തന്നെ വേണം ഇതിനെ കാണുവാൻ. നാളെ നടക്കുന്ന യോഗശേഷം അൻവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ അൻവർ തീരുമാനം എന്ത് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതും അറിയേണ്ട കാര്യമാണ്. ഇന്ന് പ്രതികരണങ്ങൾക്കില്ല ഇനി പ്രതികരണങ്ങൾക്കില്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് ഇരുന്ന അദ്ദേഹം സ്ഥലത്തും എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം അൻവറിൻ്റെ ഈ തീരുമാനങ്ങൾ, നാളത്തെ യോഗവും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി അൻവർ നടത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ ചർച്ചയാകുമെന്ന് അൻവറിനറിയാം. ആ സാഹചര്യത്തിലാണ് അൻവറുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയരുന്നത്. VS ജോയ് അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന ആളല്ലെങ്കിൽ താൻ മത്സരിക്കും, അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയിൽ നിന്നുള്ളവർ മത്സരിക്കുമെന്ന് അൻവർ സൂചന നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് മുമ്പിൽ അത് ഒരു വലിയ സമ്മർദ്ദമായിട്ട് തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ് വസ്തുത. ശ്രീജ, ശരി. അനുമോദ്, ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടു പോയ ആ സീറ്റ്, നിലമ്പൂർ സീറ്റ് തിരിച്ചെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമാണ്. പക്ഷേ അവസാന നിമിഷം അൻവർ ചെലുത്തുന്ന ഈ സമ്മർദ്ദം, ഒരുപക്ഷെ ഒരു ദുസ്സമ്മർദ്ദം, അത് വലിയ രീതിയിൽ കോൺഗ്രസിനെയും UDF-നെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് ഏതെങ്കിലും കൊള്ളി പുകഞ്ഞ് പുറത്തു വന്നാൽ ആ കൊള്ളിയാകാം സ്ഥാനാർത്ഥി എന്ന് കരുതിയാണോ LDF ഇപ്പോഴത്തെ തീരുമാനങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഒരു തീരുമാനവും എടുക്കാതെ UDF-ൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയിരിക്കുന്നത്? ശ്രീജ, ഇതിന് കൃത്യമായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനലായി തന്നെയാണ് കൃത്യമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം അടക്കം നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് ഏതു വിധേനയും വിജയം ഉറപ്പാക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഒരു അനിവാര്യതയാണ്. PV അൻവറിനും അങ്ങനെ തന്നെയാണ് സാഹചര്യം. കാരണം PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേർക്ക്, അദ്ദേഹത്തിന്റെ ഓഫീസിന് നേർക്ക് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. അവിടെ അൻവർ ആദ്യഘട്ടം മുതൽ ചില സമ്മർദ്ദ നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ വെച്ചത് വളരെ ബോധപൂർവമായിട്ടാണ് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. അതിനവർ പറയുന്ന ന്യായം,
VS ജോയി നിലവിൽ DCC അധ്യക്ഷനാണ്. അദ്ദേഹം കൃത്യമായി യുവപ്രാതിനിധ്യവും ക്രൈസ്തവ പ്രാതിനിധ്യവും ഉറപ്പാക്കിക്കൊണ്ട് DCCയുടെ തലപ്പത്തേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. ആ കാര്യം അൻവറിനും അറിയാവുന്നതാണ്. അന്ന് DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യഘട്ടം മുതൽ അവകാശവാദം ഉന്നയിച്ചിരുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. പക്ഷേ ഷൗക്കത്തിന് അതിനുള്ളൊരു അവസരം കിട്ടിയില്ല. ഷൗക്കത്ത് ആ ഒരു സ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അത് ലഭിക്കാതെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് പരിഗണിക്കാമെന്ന് KPCC നേതൃത്വം ആര്യാടൻ ഷൗക്കത്തിന് ഉറപ്പ് നൽകുന്നു. പിന്നീട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഷൗക്കത്തിനേക്കാളേറെ VS ജോയിക്ക് വേണ്ടി സമ്മർദ്ദമുണ്ടാകുന്ന ഒരു സാഹചര്യം. ഒരു വിഭാഗം നേതാക്കൾ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ആര്യാടൻ ഷൗക്കത്ത് KPCC ആസ്ഥാനത്തെത്തി KPCC അധ്യക്ഷനെ നേരിൽ കണ്ട അദ്ദേഹത്തിന്റെ അതൃപ്തി, അദ്ദേഹത്തിന്റെ ആശങ്കകളെല്ലാം പരസ്യമാക്കി. അദ്ദേഹം പറഞ്ഞത് പാർട്ടി തന്നോട് നീതി നിഷേധമാണ് തുടരുന്നത്. തുടക്കം മുതൽ അത് അങ്ങനെ തന്നെയാണ്. DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചപ്പോൾ തന്നോട് നീതി കാട്ടിയില്ല. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്റെ സ്വന്തം മണ്ണിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും തന്നെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെങ്കിൽ അതിന്റെ മുമ്പിൽ മൗനമായിരിക്കാൻ തനിക്കാവില്ല, മറ്റു വഴികൾ തേടേണ്ടി വരുമെന്ന തരത്തിലുള്ള സമ്മർദ്ദ നീക്കം ആര്യാടൻ ഷൗക്കത്തെ KPCC അധ്യക്ഷനെ നേരിൽ കണ്ട് അറിയിച്ചു കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് PV അൻവർ ഇന്നലെ കോൺഗ്രസിനെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ വീണ്ടും ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. അതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്കെല്ലാം കടുത്ത അതൃപ്തിയുണ്ട്. അത് അവർ ഓരോരുത്തരായി പരസ്യമാക്കുകയും ചെയ്തു. അതിനിടയിലാണ് KPCC അധ്യക്ഷൻ തന്നെ PV അൻവറുമായി ഇന്ന് വൈകുന്നേരമോ നാളെയോ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള തടസ്സം, നിലവിലുള്ള തടസ്സം VS ജോയി DCC അധ്യക്ഷനാണ്. അതോടൊപ്പം ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കലും ആര്യാടൻ ഷൗക്കത്തോ അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരോ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്ന നിലപാടിനോട് യോജിക്കില്ല. ഇതാണ് VS ജോയിക്കുള്ള എതിർപ്പിന്റെ കാരണം. മറിച്ച് ആര്യാടൻ ഷൗക്കത്തിലേക്ക് വന്നാൽ അതിന് കുറച്ച് ചരിത്രം കൂടിയുണ്ട്. അതായത് മുൻ DCC പ്രസിഡന്റും അവിടുത്തെ സ്ഥാനാർത്ഥിയുമായിരുന്ന PP പ്രകാശിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രകാശിന്റെ കുടുംബം തന്നെ അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളുമായി പാർട്ടി നേതൃത്വത്തെ സമീപിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പ്രകാശിന്റെ കുടുംബം ഒരുപക്ഷെ പരസ്യമായ പ്രതികരണത്തിലേക്ക് തന്നെ കടക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് നേതൃത്വത്തിന് മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട ആശങ്ക. ഈ രണ്ടുപേരെ പരിഗണിക്കുമ്പോഴുമുള്ള തടസ്സങ്ങൾ ഇതാണെന്നിരിക്കെ PV അൻവർ ഒരു സമ്മർദ്ദ നീക്കം നടത്തുന്നത് അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗത്തിനുള്ളത്. അതിനിടയിലാണ് നാളെ നിലമ്പൂരിൽ വെച്ച് PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു അടിയന്തര കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് ഏത് തരത്തിലുള്ള തുടർ നടപടികളായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നത് നാളത്തെ ഈ കമ്മിറ്റിയിലായിരിക്കും ചർച്ച ചെയ്യുകയെന്ന് PV അൻവറുമായി തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. PV അൻവർ ഒരു കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് VS ജോയിക്ക് വേണ്ടി ഇങ്ങനെ പരസ്യമായ നിലപാടെടുക്കുന്നത് എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്താ എന്നതാണ് ഇനി വ്യക്തമാകാനുള്ളത്. UDFിലേക്കുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവേശനം അത്ര സുഗമമായി എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിലമ്പൂർ സീറ്റുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയുടെ പേരിൽ വിലപേശൽ നടത്തുകയാണ് PV അൻവർ എന്ന ഒരു നിഗമനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നതായിട്ടാണ് ലഭിക്കുന്ന സൂചനകൾ. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം CV അനുമോദ് മലപ്പുറത്തു നിന്നും. നിലമ്പൂരിൽ തീയതിയൊക്കെ വരും മുമ്പ് തന്നെ കളം ചൂടാവുകയാണ്. ഇക്കുറിയും സ്വതന്ത്ര പരീക്ഷണങ്ങൾ തുടരാനുള്ള ആലോചനയിലാണ് LDF ഉള്ളത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് UDFിലെ അതൃപ്തി മുതലെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF. അതല്ലെങ്കിൽ പാർട്ടിയിലെ യുവമുഖങ്ങൾക്കാകും അവിടെ പരിഗണന.